ശ്രീ ശ്രീ എം കെ ഹരിദാസ്, മാസങ്ങൾക്ക് മുമ്പാണ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ആലുവയിൽ സമാനമായ സംഭവം, സമാനമായ പീഡനം ഉണ്ടാകുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി പോകുന്നു. ബ്രോക്കർ പണിയാണ് ക്രമസമാധാന പണിയും തെറ്റിദ്ധരിച്ച പോലീസുകൾ ഒത്തുതീർപ്പിന് വിളിച്ചു വരുത്തുന്നു. ആ ചർച്ചയിൽ ആ സ്റ്റേഷൻ ഓഫീസർ പെൺകുട്ടിയെ അപമാനിക്കുന്നു. പെൺകുട്ടി ആ സുധീറിന്റെ ഒന്നാം പേരുകാരനെ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി. ഇന്ന് തിരുവനന്തപുരം പാലോട് ഭർത്താവ് ഭാര്യയെ കാട്ടിലേക്ക് വിളിച്ചു വരുത്തി ചുറ്റിയുകൊണ്ട് കാല് തല്ലി ഓടിച്ചു. അക്രമികളോട് ഇത്തരത്തിൽ മൃദുഭാവേ പോലീസുകാരുള്ള നാട്ടിൽ ഈ അക്രമം ആവർത്തിക്കുന്ന ഒരു അത്ഭുതം എന്തെങ്കിലും ഉണ്ടോ ശ്രീ ഹരിദാസ്? നോക്കൂ, കഴിഞ്ഞ 8 വർഷത്തെ നമ്മുടെ പോലീസിൻ്റെ ചരിത്രം, നമ്മുടെ പോലീസിൻ്റെ സേവനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 5 വർഷം ചുരുങ്ങിയത് 6 or 7 പ്രാവശ്യം ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. വീഴ്ച പറ്റി ജാഗ്രതക്കുറവുണ്ടായി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞിട്ട് രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭ അധികാരത്തിൽ കയറിയ ശേഷം അദ്ദേഹം വാ തുറന്നിട്ടില്ല. കാരണം അത് പഴയ വിജയനും ഇപ്പോൾ നമ്മൾ കാണുന്നത് പുതിയ വിജയനുമാണ്. പുതിയ വിജയൻ ഇത്തരത്തിലുള്ള വീഴ്ച പറ്റി അല്ലെങ്കിൽ അതൊക്കെ പറയുന്നത് അപമാനകരമായതുകൊണ്ടായിരിക്കാം. കേരളത്തിലെ പോലീസ് നിഷ്ക്രിയമായിട്ട് ഏകദേശം 8 വർഷമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾ മാധ്യമങ്ങൾ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കാതെ വാർത്ത കേൾക്കുന്ന ഒരവസ്ഥ വരികയാണ്. ഇപ്പോൾ ചാനൽ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ നമ്മൾ വിചാരിക്കും നോർത്ത് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വല്ല ഏത്തോപ്യയിൽ നിന്നോ അല്ലെങ്കിൽ വല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലോ നടന്ന സംഭവങ്ങളാണെന്ന് തോന്നും. കാരണം പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിനേക്കാളും മുമ്പ് നിങ്ങളുടെ ശ്രീകണ്ഠൻ നായർ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. പ്രതി വീട്ടിൽ കിടന്നിട്ട് ഉറങ്ങുകയാണ് കൊലപാതകം ചെയ്തിട്ട്. പോലീസ് നാട് മുഴുവൻ അയാളെ അന്വേഷിച്ച് നടക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പോലീസിന് പറ്റിയത്? സ്കോട്ട്ലാൻഡ് യാർഡിൽ പോയിട്ട് പരിശീലനം സിദ്ധിച്ചിട്ടുള്ളവരെക്കാൾ കഴിവോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു പോലീസിനെ കഴിഞ്ഞ 8 വർഷമായിട്ട് ആരാണ് നിഷ്ക്രിയരാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഈ കഴിഞ്ഞ 8 വർഷത്തെ ആഭ്യന്തര വകുപ്പ് കൈകാളുന്ന മുഖ്യമന്ത്രിയുടെ പരാജയമായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അദ്ദേഹം വിദേശത്തേക്ക് പോട്ടെ, അദ്ദേഹം എവിടേക്കും പോട്ടെ, പക്ഷെ ആഭ്യന്തര വകുപ്പിൻ്റെ ഇത്തരത്തിലുള്ള പരാജയത്തിൻ്റെ നമ്മൾ സാധാരണക്കാരായ നികുതിദായകരാണ് അതിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പന്തീരങ്കാവിൽ നടന്നത്. ആഷ്മി, ഒരു കാര്യം ചിന്തിക്കൂ, ഈ അച്ഛനും അമ്മയും ഈ അടുക്കള കാണൽ ചടങ്ങിന് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരാഴ്ചയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടി നമ്മുടെ വിസ്മയയ്ക്കും അതുമാതിരി തന്നെ പാമ്പ് കടിപ്പിച്ചിട്ട് കൊന്നേനെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ അടുക്കള കാണൽ ചടങ്ങിന് അവർക്ക് നേരത്തെ വരാൻ തോന്നിയത് നമ്മുടെയൊക്കെ ഭാഗ്യം, അല്ലെങ്കിൽ ആ അച്ഛനമ്മയുടെയൊക്കെ ഭാഗ്യം, അല്ലെങ്കിൽ ഒരു വിസ്മയയും ഒരു ഉത്രയും കൂടി കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുമായിരുന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സരിൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ താൻ ഇരയുടെ ഭാഗത്താണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും എന്താ പറയേണ്ടത്, പ്രതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ജർമ്മനിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ടോർച്ച് തെളിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജർമ്മനിയിൽ എത്തിക്കാൻ വ്യഗ്രതയും കാട്ടിയെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് ഇതിന് ഒരു പണം വാങ്ങിയിട്ടുണ്ട്, കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ കേരളത്തിലെ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് ഇന്നലെ എൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുത്ത അസ്കർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം വളരെ വാചാലനായിക്കൊണ്ട് പറയുന്നത് കേട്ടു, നമ്മളിവിടെ കിടന്നുറങ്ങുന്നത് ഈ കേരള പോലീസിൻ്റെ ധൈര്യത്തിലാണ്. അതൊന്നുമല്ല എന്ന് പറയുന്നില്ല. പക്ഷെ തലയ്ക്ക് ചേരാത്ത തൊപ്പിക്ക് ചേരാത്ത തലയുമായിട്ട് ഒരു വിഭാഗം പോലീസുകാരെ, നല്ലവരായ പോലീസുകാരുടെ കൂടി പേരിന് നാണം കെടുത്തുമാറി ഇവിടെ പെരുമാറുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ആദ്യം ഈ പരാതി പുല്ലുപോലെ കണ്ടു, പിന്നെ അത് വാർത്തയായി ചർച്ച, എന്നിട്ടും അനങ്ങിയോ? ശ്രീ ഹരിദാസ്, രാഹുൽ എവിടെയെന്ന് അന്വേഷിച്ചില്ല, ഒരു സ്പെഷ്യൽ ബ്രാഞ്ചുകാരനും അയാളുടെ പിന്നാലെ കൂടിയില്ല. രാഹുൽ ബി കോപാൽ നേരത്തെ ഒരു കല്യാണം രജിസ്റ്റർമാരെയും നടത്തിയാണെന്ന് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടതല്ല, പോലീസ് പറഞ്ഞതല്ല. പോട്ടെ, ബാംഗ്ലൂർ പോയി, അവിടെയെങ്കിലും രാജ്യം വിടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അവിടുന്ന് സിമ്പിളായി സിംഗപ്പൂരൊക്കെ ഇപ്പോൾ ജർമ്മനി എത്തിയെന്നാണ് അറിയുന്നത്. നോക്കൂ ശ്രീ എം കെ ഹരിദാസ്, എത്രത്തോളം ഉളുപ്പില്ലാതെ പെരുമാറി പന്തീരാങ്കാവ് പോലീസ്. പന്തീരങ്കാവ് പോലീസിൻ്റെ മാത്രമല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് അവസാനിപ്പിച്ചോട്ടെ. പോലീസിന് മാർക്കിടുന്ന ഗുണ്ടകളുള്ളൊരു നാടാണ് കേരളം. ഇന്നലെ ചർച്ചയിൽ എനിക്ക് എൻ്റെ യൂട്യൂബിൽ ഞാനൊരു ക്ലിപ്പ് കണ്ടു. ഒരു ഗുണ്ട ഇരുന്നിട്ട് പറയുകയാണ്, നല്ലവനായ പോലീസ് ഓഫീസറാണ് ഇന്ന സർക്കിൾ ഇൻസ്പെക്ടർ, നല്ലവനായ പോലീസ് ഇൻസ്പെക്ടറാണ് മറ്റത് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലത്തെ പോലീസുകാർക്ക് മാർക്കിടാൻ വേണ്ടിയിട്ട് ഗുണ്ടകൾ തയ്യാറാവുന്ന ഒരു കാലഘട്ടത്തിലെ ഈ സരിൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് വൂണ്ട് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ടുള്ളൊരു പെൺകുട്ടിക്ക് 13 സെക്കൻഡ്, ഹാഷ്മി ശ്രദ്ധിക്കണം, 13 സെക്കൻഡ് ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ തുറിച്ചു നോക്കിയാൽ കേസെടുക്കാവുന്ന ഒരു സംസ്ഥാനമാണ്, ഒരു രാജ്യമാണ്. ഇന്ത്യയിലത്തെ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു പെൺകുട്ടി തനിക്കേറ്റ പീഡനവുമായിട്ടുള്ള ശരീരവുമായിട്ടാണ് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ പോലീസ് ചെയ്യുന്നത് എന്താണ്?
അവരെ സമാശ്വസിപ്പിച്ചിട്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിനേക്കാൾ എന്നെ അതിശയിപ്പിക്കുന്നത് 64 വയസ്സുണ്ട് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജ്യോതികുമാർ വിവാഹം കഴിച്ചിട്ടുണ്ട്, താങ്കൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഹണിമൂൺ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസമെങ്കിലും നിലനിൽക്കില്ലേ ഹാഷ്മി? ഇതിൻ്റെ 6ാം ദിവസം ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തൊട്ടിട്ട് ഭർത്താവിൻ്റെ ക്രൂര പീഡനത്തിനിരയായിട്ട്, അത് ഒരു കാര്യമുണ്ട്, ആ പെൺകുട്ടിയുടെ സഹനശക്തി കൂടി നമ്മൾ കാണണം. അടുക്കള കാണുന്ന ചടങ്ങിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ വരുന്നത് വരെ തൻ്റെ മാതാപിതാക്കൾ മനസ്സുകൊണ്ട് വിഷമിക്കരുത് എന്ന് കരുതിയിട്ട് ആ പെൺകുട്ടി ഇത് അവരോട് വിളിച്ചു പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾ വന്നിട്ട് മകളുടെ രൂപം കണ്ടുകൊണ്ട് ഇതിൽ വിഷമം തോന്നിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇതൊക്കെ സാധാരണമല്ലേ എന്ന് ചോദിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ പോലീസ് എത്തിയെങ്കിൽ, ഇതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയം, ഇതല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ വേണ്ടത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകർത്താക്കൾക്കാണ്. പക്ഷെ ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ സാധിക്കില്ല. ഒരു ICU പീഡന കേസിലെ പ്രതി, എന്ത് നീതിയാണ് ഹാഷ്മി ഈ സർക്കാരിൽ നിന്ന് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്നത്? ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ICU പീഡന കേസിലെ പ്രതി, ക്ഷമിക്കണം, ആ പെൺകുട്ടി നീതിക്ക് വേണ്ടി അലയുകയാണ്. ഒരു ഡോക്ടറുടെ മൊഴിപ്പകർപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി അലയുകയാണ്. SP ഓഫീസിന്റെ മുൻപിൽ പൊരി വെയിലത്ത് കിടക്കുകയാണ്. കത്തിര വയറ്റിൽ കുടുങ്ങിയ ഒരു സ്ത്രീ ഇവിടെ അവർക്ക് നീതിക്ക് വേണ്ടി അലയുകയാണ്. 5 വർഷമായിട്ട് ഒരു ക്രൂരമായ പീഡനത്തിന് ഇരയായ ഒരു സ്ത്രീ നീതി ലഭിക്കാതെ സുപ്രീം കോടതി 5ഓ 6ഓ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കേസ് 6 മാസത്തിനുള്ളിൽ തീരുമാനമാക്കണമെന്നൊരു നടിയുടെ പീഡന കേസിൽ. ആ പെൺകുട്ടിയും അലയുന്ന ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ഹാഷ്മി പോലീസിൽ നിന്ന് ലഭിക്കുക? ഒരു സുരക്ഷയുമില്ലാതെയാണ് ഇവിടുത്തെ 10 വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ടാണ്. ഞാൻ എത്താം സാർ. എന്നിട്ട് സ്ത്രീ സുരക്ഷ എല്ലാ മാനിഫെസ്റ്റോയിലും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കും.